ഹായ്, ഐ എം ഡോക്ടർ ടെസീറ്റ, കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റ് അറ്റ് മിസ്റ്റീരിയസ് മൈൻഡ്സ് ക്ലിനിക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അബൌട്ട് ഫോബിയ. ഫോബിയ എന്താണ്? ഫോബിയ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്പെസിഫിക് കാര്യത്തിന് ഭയങ്കരമായിട്ട് പേടി തോന്നുക. സോ ഫോബിയാസ് കുറേ ടൈപ്സ് ഉണ്ട്. ബേസിക് ആയിട്ട് നമ്മൾ കാണുന്ന സോഷ്യൽ ഫോബിയ, സൊസൈറ്റിയിൽ പോകാനായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്, ഒരു ക്രൗഡ് പ്ലേസിൽ പോയി സംസാരിക്കാനായിട്ട് ഭയങ്കര പേടി തോന്നുക, സോഷ്യൽ ഫോബിയ. അല്ലെങ്കിൽ ചിലർക്ക് ഡോഗ്സിനെ കാണുമ്പോഴത്തേക്കും പേടി, ഡോഗ്സ് എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയങ്കരമായിട്ട് അമിതമായ ഒരു പേടി, ഹൈറ്റ്സിനെ പേടി തോന്നുക, ഇൻസെക്ട്സിന് പേടിയായിട്ട് വരിക. അല്ലെങ്കിൽ മോസ്റ്റ്ലി അനദർ കോമൺ തിങ് ആണ് ക്ലോസ്ഡ് റൂമിൽ ഒരു എൻക്ലോസ്ഡ് സ്പേസ്, എവിടെയെങ്കിലും ഒരു ലിഫ്റ്റിൽ പോകാനായിട്ട് ഭയങ്കരമായിട്ട് പേടി എന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും പറ്റും എന്നുള്ള ആൻറ്റിസിപ്പേഷൻ. അപ്പോൾ ഭയങ്കരമായിട്ട് ഒരു വറി എന്നുള്ള ഫീലിംഗ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആങ്സൈറ്റി എന്നുള്ള ഫീലിംഗ് വരിക ഓൺലി ആ ഒരു ക്ലോസ്ഡ് സ്പേസ് ആലോചിക്കും അല്ലെങ്കിൽ ക്ലോസ് സ്പേസിലുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുമ്പോഴുള്ള ഇഷ്യൂസ്. സോ ദാറ്റ് ഈസ് എൻക്ലോഷർ എന്നുള്ള ക്ലോസ്ട്രോഫോബിയ എന്ന് പറയും. അതുപോലെ ചിലപ്പം ചില ആൾക്കാർക്ക് എറോഫോബിയ, ദാറ്റ് മീൻസ് എയറിൽ പോകാനായിട്ട്, ഫ്ലൈ ചെയ്യാനായിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഫോബിയ തോന്നുക. സോ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും റീസൺസ് വരുമ്പോഴത്തേക്കും ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പം ഭയങ്കരമായിട്ട് പേടി വരിക, അതിനാണ് ഫോബിയ എന്നുള്ള രീതിയിൽ വരുന്നത്. സോ വാട്ട് ആൻഡ് ഓൾ എന്തൊക്കെ സിംറ്റംസ് ആയിരിക്കും ഫോബിയയിൽ കാണുന്നത്? ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്ത് നോക്കിയാൽ ചില ആൾക്കാർ പറയും ഇങ്ങനെ ക്ലോസ്ഡ് റൂം. ഓക്കെ, ക്ലോസ്ഡ് റൂമിൽ ഇരിക്കുമ്പോഴത്തേക്കും ശ്വാസം മുട്ട് വരാറുണ്ട്, ഭയങ്കരമായിട്ട് പാൽപിറ്റേഷൻസ്, നെഞ്ചെടുപ്പ് കൂടാറുണ്ട്, വേർപ്പ്, ഭയങ്കരമായിട്ട് സ്വെറ്റിംഗ് വരാറുണ്ട്, കൈവരയ്ക്കുന്നുണ്ട്, എന്തൊക്കെയോ പറ്റും എന്നുള്ള ഫീലിംഗ്. സോ റൂം ക്ലോസ് ചെയ്ത ഉടനെ അല്ലെങ്കിൽ ഒരു എൻക്ലോസ് സ്പേസ്, ലിഫ്റ്റ് ക്ലോസ് ചെയ്ത ഉടനെ എന്തൊക്കെയോ പറ്റും. എന്താണെന്ന് ചോദിച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ബട്ട് സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു മീ എന്നുള്ള ഫീലിംഗ് വരിക. അതിനൊരു ലോജിക്കൽ റീസണിങ് കാണത്തില്ല. സോ അതാണ് ഫോബിയ. സോ ഇങ്ങനത്തെ ചില സിംറ്റംസ് ആണ്. അത് എന്താണ് സിറ്റുവേഷൻ, അത് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുമ്പോഴത്തേക്കും വരുന്ന പേടി ഫോബിയ എന്ന് പറയും. ഹൗ ക്യാൻ യു ഓവർകം ഇറ്റ്? ഫസ്റ്റ്, ഓൾ ഫോബിയാസ്, വരുന്ന എല്ലാ ഫോബിയസിനും മെഡിക്കേഷൻസും ആവശ്യമില്ല, മെഡിക്കേഷൻസോ തെറാപ്പീസോ. ഇറ്റ് ഡിപ്പെൻസ് എത്രത്തോളം സിവിയർ ആണ്. ഇപ്പം പട്ടിനെ കാണുമ്പോഴത്തേക്കും പേടി വരിക, ഓക്കെ, ദാറ്റ്സ് ഫൈൻ. പക്ഷേ പട്ടിനെ കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പേടി വരിക, ഭയങ്കരമായിട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക, പേടി തോന്നുക, അവിടെ നിന്ന് ഓടുക, സോഷ്യൽ അവോയ്ഡൻസ് പക്കയായിട്ട് അവോയ്ഡ് ചെയ്ത് പോവുക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നല്ല ഹൈ ലെവലാണ്, അവിടെ നമ്മൾ ഇൻ്റർവീൻ ചെയ്യേണ്ടി വരും. സോ ഫോബിയ ഉള്ളപ്പം വാട്ട് ആൻഡ് ഓൾ ബിഹേവിയേഴ്സ്, നമുക്ക് സിംറ്റംസ് ഞാൻ പറഞ്ഞു, ഭയങ്കരമായിട്ട് പാൽപിറ്റേഷൻ, ഹാർട്ട് ബീറ്റ്സ് ഒക്കെ കൂടാം. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ബിഹേവിയർ? ചില ആൾക്കാർ ആ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യും. ഓക്കെ, ചിലപ്പോൾ ലിഫ്റ്റിൽ പോകാനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യും. അവർ എത്ര ഉണ്ടെങ്കിലും സ്റ്റെപ്സ് എടുക്കും. ഇറ്റ്സ് ഗുഡ് ഫോർ ഹെൽത്ത്. പക്ഷേ അത് ഗുഡ് ഫോർ ഹെൽത്ത് എന്നുള്ള രീതിയിൽ ചെയ്യുവാണെങ്കിൽ ഓക്കെ. പക്ഷേ ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ് ഔട്ട് ഓഫ് ഫിയർ, ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. സോ അത് അവോയ്ഡൻസ് ആണ് വരുന്നത്. യു ആർ നോട്ട് ഏബിൾ ടു ഗോ. സോ ലൈഫ് സ്റ്റൈൽ മാറ്റുവാണ്, സ്ട്രെസ്സ് കൂടുവാണ്, നമ്മളെ ലിമിറ്റേഷൻസ്. ഓക്കെ, പുറത്ത് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സ്പേസ് കാണാൻ പറ്റുന്നില്ല, ഡോഗ്സിനെ ഭയങ്കര പേടിയായതുകൊണ്ട് യു ആർ നോട്ട് ഗോയിങ് ഫോർ വാക്ക്, യു ആർ നോട്ട് ഗെറ്റിംഗ് ഔട്ട് ഓഫ് യുവർ ഹൗസ്. അങ്ങനെ നമ്മുടെ ഡെയിലി റൂട്ടീൻസ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് നമ്മൾ ഭയങ്കരമായിട്ട് റിസ്ട്രിക്റ്റ് ചെയ്യുവാണ്. അങ്ങനത്തെ കുറേ ബിഹേവിയേഴ്സ് കാണാം. അല്ലെങ്കിൽ ഓൾവേസ് ആങ്ഷ്യസ് ടു ഡു തിങ്സ്. സോ യു ആർ ട്രൈങ് സോഷ്യൽ ഐസൊലേഷൻ വരികയാണ്, സൊസൈറ്റിയിലോട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പിലോട്ട് പോകാൻ പറ്റുന്നില്ല, ബിക്കോസ് യു ആർ ഐസൊലേറ്റിംഗ് യുവർ സെൽഫ്, സോഷ്യൽ ആങ്സൈറ്റി ഉള്ളതുകൊണ്ട്. സോ അങ്ങനത്തെ കുറേ ബിഹേവിയേഴ്സ് കാണാം. ഹൗ ക്യാൻ യു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്? വൺ സൈഡ് മെഡിക്കേഷൻസ്, കുറേ മെഡിക്കേഷൻസ് ഉണ്ട്, ഫോർ എ ഷോർട്ട് ടേം ഡ്യൂറേഷൻ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ തെറാപ്പീസ് ഉണ്ട്. സോ വാട്ട് ആർ ദ കൈൻഡ് ഓഫ് തെറാപ്പീസ്? സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്ന ഫോർ ഫോബിയാസ് വരുമ്പോഴത്തേക്കും ഒരു എക്സ്പോഷർ പ്രിവെൻഷൻ എന്ന് പറയും. സോ ആ ഒരു ട്രിഗറിനെ എക്സ്പോസ് ചെയ്യുക ആൻഡ് ട്രൈ ടു prevent from the anxiety that is coming up. So one is that we can do. അല്ലെങ്കിൽ CBT, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയും. നമ്മുടെ തിങ്കിങ് സ്റ്റൈൽ കാരണമാണ് നമുക്ക് ഇങ്ങനത്തെ ഫോബിയാസ് വരുന്നത്. സോ അതിനെ അനലൈസ് ചെയ്ത് ഡീക്ലട്ടർ ചെയ്തിട്ട് ഗെറ്റിംഗ് ദോസ് തിങ്സ് ഇൻ ടു ആക്ഷൻ. ഓർ ദർ ക്യാൻ ബി ഹിപ്നോതെറാപ്പി. ഹിപ്നോതെറാപ്പി ഈസ് അനദർ ഗ്രൂപ്പ്. സപ്പോർട്ട് ഗ്രൂപ്പ് തെറാപ്പീസ് ഉണ്ട്, മാനേജിങ് ദ ഫോബിയാസ്. അപ്പോൾ കോമൺ ഫോബിയാസ് ഉണ്ടെങ്കിൽ വി ക്യാൻ ട്രൈ ടു മാനേജ് ദാറ്റ് ടു ഗ്രൂപ്പ് തെറാപ്പീസ്, സപ്പോർട്ട് ഗ്രൂപ്പ്സ്, ഹിപ്നോതെറാപ്പി, ഓൾ ദാറ്റ് സർട്ടൻ തെറാപ്പീസ്. ഈ ഹിപ്നോതെറാപ്പി ഞാൻ പറഞ്ഞ പോലെ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ സജസ്റ്റ് ചെയ്യാണ്. സോ പേടി ഉള്ളപ്പോഴത്തേക്കും ദർ ഇസ് സംതിങ്. ഓക്കെ, സോ ആ പേടിന്ന് മാറ്റാനായിട്ട് സബ് കോൺഷ്യസ് മൈൻഡ് ത്രൂ ഹിപ്നോതെറാപ്പി വിൽ ഹെൽപ്പ്. A few things that we can do to overcome your anxiety, that is the phobia that is there. Phobia reasons for why phobia develop ചെയ്യാനായിട്ട് സം ജനറ്റിക് ആവാം, എൻവയറമെൻറ്റ് ആവാം, പാസ്റ്റ് ട്രോമ. പറഞ്ഞ പോലെ ചിലപ്പം ക്ലോസ് റൂമിൽ പോയപ്പം സംടൈം സംതിങ് വുഡ് ഹാവ് ഹാപ്പൻഡ്. ആ ട്രോമ കാരണം നമ്മൾ എപ്പോഴും ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയാണ്.
ഓക്കെ ഇങ്ങനെ വരുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ അത് വരത്തില്ല, വൺസ് അപ്പോൺ എ ടൈം നടന്നായിരിക്കും, പക്ഷെ അത് ആലോചിച്ചിരിക്കുക. അത് ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. അത് കാരണം ഫോബിയ ഡെവലപ്പ് ആവാം. സോ ദർ ആർ മെനി റീസൺസ് വൈ ഫോബിയ ഡെവലപ്പ്. അത് എന്താണ് റീസൺ, എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അത് എടുത്തിട്ട് വേണം തെറാപ്പീസ് ചെയ്യാനായിട്ട്. സെൽഫ് ഹെൽപ്പ് സ്ട്രാറ്റജീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, വൺ, യു ലേൺ വാട്ട് ഫോബിയ ഈസ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പേടി ഉണ്ടെങ്കിൽ ട്രൈ ടു ബി അവെയർ ഓഫ് ഇറ്റ്. എന്താണ് പേടി, എന്താണെന്ന് തോന്നുന്നത്, എനിക്ക് ഈ വരുന്ന തോന്നൽ അല്ലെങ്കിൽ ഈ തോട്ട്സ് എന്തെങ്കിലും റിയാലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഓവർ തിങ്ക് ചെയ്യുകയാണോ, റിയാലിറ്റി ഉണ്ടെങ്കിൽ ഹൗ ക്യാൻ യു ഓവർകം ഇറ്റ്, എന്ത് ചെയ്യാൻ പറ്റും. സോ അഗൈൻ ജേർണലിംഗ് വിൽ ഹെൽപ്പ്. അപ്പോൾ നമുക്ക് പേടീസ് എന്താണ്, എങ്ങനെയാണ്, ഹൗ ക്യാൻ യു ഓവർകം, ട്രൈ ടു ജേർണൽ ഇറ്റ് ഔട്ട്. പേടി വരുമ്പം ആങ്സൈറ്റി, റൂമിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ക്ലോസ്ട്രോഫോബിയ ആണ്, എയറോഫോബിയ ആണ്, വാട്ട് എവർ ഇറ്റ് ഇസ്, ട്രൈ ടു ചാലഞ്ച് യുവർ സെൽഫ്. ചാലഞ്ച് ആൻഡ് ട്രൈ ടു എക്സ്പോസ് യുവർ സെൽഫ് ടു ഇറ്റ്. എക്സ്പോസ് ചെയ്യുമ്പം ഓഫ് കോഴ്സ് ആങ്സൈറ്റി വരും, പേടി വരും. ആ പേടീനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് യു ക്യാൻ ഗോ ഫോർ ഡീപ് ബ്രീതിങ് ടെക്നീക്സ്, റിലാക്സേഷൻ ടെക്നീക്സ്. യൂട്യൂബ് നോക്കുമ്പോഴത്തേക്കും കുറേ റിലാക്സേഷൻ ടെക്നീക്സ്. ട്രൈ ടു യൂസ് ഓൾ ദാറ്റ് സോ ദാറ്റ് ആങ്സൈറ്റീനെ നമുക്ക് കുറയ്ക്കാം. പക്ഷെ നമ്മുടെ ആ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ആ ഒരു ട്രിഗർ ഫാക്ടറിനെ ഫേസ് ചെയ്യുക. എത്രത്തോളം ഫേസ് ചെയ്യുന്നു, that much more better it will be. Therapies also we are doing the same thing, പക്ഷേ ഗൈഡഡ് ആയിട്ട്. സെൽഫ് ഹെൽപ്പ് ആയിട്ടും നിങ്ങൾക്ക് ചെയ്യാം. യു വിൽ ഹാവ് ടു പുട്ട് ആൻ എക്സ്ട്രാ എഫേർട്ട് ഫോർ ഇറ്റ്. താങ്ക് യു.